നമസ്കാരം. സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിയയിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. കഴിഞ്ഞയാഴ്ചത്തെ പ്രധാന വത്തിക്കാൻ വാർത്തകൾ. മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കുന്നത് സംബന്ധിച്ച് നവീകരിച്ച ക്രമം പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. ടെക്നോളജിയിലൂടെ ദൈവവചനം പ്രഘോഷിച്ച കാർലോ അക്യൂട്ടസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഏപ്രിൽ 27-ന്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങി വത്തിക്കാൻ. പുൽക്കൂടിന്റെയും ട്രീയുടെയും അനാവരണം ഡിസംബർ 7-ന്. ചരിത്രത്തിന്റെ അപനിർമ്മിതി, അന്ധതയുടെ മറ്റൊരു രൂപം. സഭാ ചരിത്ര പഠന മേഖലയിൽ ആഴത്തിലുള്ള നവീകരണത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. ഇനി വാർത്തകൾ വിശദമായി. മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾ ഏറ്റവും ലളിതമാക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾപ്പെട്ട പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾക്കായുള്ള പുസ്തകത്തിന്റെ നവീകരിച്ച പതിപ്പ് വത്തിക്കാൻ പുറത്തിറക്കി. ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് പതിപ്പ് പുറത്തിറക്കിയത്. പുതുക്കിയ ക്രമം അനുസരിച്ച് മാർപ്പാപ്പയുടെ മുറിയിലല്ല, സ്വകാര്യ ചാപ്പലിൽ വെച്ചായിരിക്കും മരണം സ്ഥിരീകരിക്കുക. മരണശേഷം മൃതശരീരം തുറന്ന പെട്ടിക്കുള്ളിൽ സൂക്ഷിക്കുക. വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്ന പെട്ടിയിൽ തന്നെ പാപ്പയുടെ ശരീരം പ്രദർശിപ്പിക്കുക. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സൈപ്രസിന്റെയും ഈയത്തിന്റെയും മോക്കുമരത്തിന്റേതുമായ 3 പെട്ടികളിൽ അടക്കുന്നത് നിർത്തലാക്കുക തുടങ്ങിയ മാറ്റങ്ങളാണ് പുസ്തകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പലവട്ടം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ശക്തനായ വ്യക്തി എന്നല്ല, ക്രിസ്തുവിന്റെ ശിഷ്യനും ഇടയനുമായ ഒരാളാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങളാണ് നവീകരിച്ച പതിപ്പിൽ കാണാനാകുകയെന്ന് ആർച്ച് ബിഷപ്പ് റവേലി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കത്തോലിക്ക സഭയുടെ ആദ്യ സഹസ്രാബ്ദ വിശുദ്ധനായി കാർലോസ് അക്യൂട്ടസിനെ പ്രഖ്യാപിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏപ്രിൽ 25 മുതൽ 27 വരെ വത്തിക്കാനിൽ നടക്കുന്ന കൗമാരക്കാരുടെ ജൂബിലിയിൽ സഭയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സമകാലിക വിശുദ്ധനായി കാർലോ അക്യൂട്ടസിനെ പ്രഖ്യാപിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ലണ്ടനിൽ ജനിച്ച് മിലാനിൽ വളർന്ന കാർലോ 11-ാം വയസ്സിൽ അസിസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചാണ് വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ആന്ദ്രേ അക്യൂട്ടസ് അന്റോണിയോ ദമ്പതികളുടെ ഏക മകനായിരുന്നു കാർലോ. 1991 ജനിച്ച കാർലോ ചെറുപ്പം മുതൽ ദിവ്യകാരുണ്യത്തോട് അഗാധമായ ബന്ധം പുലർത്തിയിരുന്നു. 2006 അർബുദം ബാധിച്ച് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട അക്യൂട്ടസ് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി തന്റെ സാങ്കേതിക കഴിവുകൾ ഉപയോഗിച്ചു. ദിവ്യകാരുണ്യത്തെ സ്വർഗത്തിലേക്കുള്ള എന്റെ ഹൈവേ എന്ന് അക്യൂട്ടസ് വിശേഷിപ്പിച്ചിരുന്നു. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ബൃഹത്തായ ഓൺലൈൻ ശേഖരം തന്നെ നന്നേ ചെറിയ പ്രായത്തിനുള്ളിൽ കാർലോ സജ്ജീകരിച്ചിരുന്നു. 11 വയസ്സുള്ളപ്പോൾ ആരംഭിച്ച ഈ ഉദ്യമം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം 5 ഭൂഖണ്ഡങ്ങളിലാണ് നടന്നിരുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി വത്തിക്കാൻ. പുൽക്കൂടിന്റെയും ക്രിസ്മസ് ട്രീയുടെയും അനാവരണം ഡിസംബർ 7-ന് നടക്കും. ഡിസംബർ 7 ശനിയാഴ്ച വൈകുന്നേരം 6:30 നടക്കുന്ന ചടങ്ങുകൾക്ക് വത്തിക്കാൻ സിറ്റി ഗവർണറേറ്റ് പ്രസിഡന്റും സെക്രട്ടറി ജനറലുമായ കർദിനാൾ ഫെർണാണ്ടോ വർഗസ് അൽഗാസയും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ സെക്രട്ടറി ജനറൽ സിസ്റ്റർ റഫേല പെട്രിനിയും നേതൃത്വം നൽകും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് 100 കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിക്കും. യേശുവിന്റെ ദൈനംദിന ജീവിതത്തിലെ വിവിധ രംഗങ്ങളും പുൽക്കൂട്ടിൽ ദൃശ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രൊഫഷണലുകളും കലാകാരന്മാരും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള 40ഓളം പേരാണ് ഇത്തവണത്തെ വത്തിക്കാനിലെ തിരുപ്പിറവി ദൃശ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നത്. 3D പ്രിന്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സസ്യജാലങ്ങളുടെ ദൃശ്യങ്ങൾ ഇത്തവണത്തെ പുൽക്കൂടിന്റെ പ്രത്യേകതയാണ്. 29 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീ ഇറ്റാലിയൻ നഗരമായ ട്രെന്റിയിലെ ലെട്രോയിൽ നിന്നാണ് കൊണ്ടുവരിക. 2025 ജനുവരി 12 ഞായറാഴ്ച വരെ പുൽക്കൂടും ട്രീയും വത്തിക്കാനിൽ പ്രദർശിപ്പിക്കും. സഭാ ചരിത്ര പഠന മേഖലയിൽ ആഴത്തിലുള്ള നവീകരണത്തിന് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജ്ഞാനത്തോടും വിശ്വാസത്തോടും കൂടി വർത്തമാനകാലത്തിൽ സഞ്ചരിക്കണമെങ്കിൽ സംഘാതമായ ഓർമ്മ, അനുരഞ്ജനം, പ്രാഥമിക ഉറവിടങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണം എന്നീ കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകേണ്ടതുണ്ടെന്ന് പാപ്പ വ്യക്തമാക്കി. നവംബർ 21-ന് നൽകിയ തുറന്ന കത്തിലൂടെയാണ് സഭാ ചരിത്ര പഠനം ഗൗരവമായി എടുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സെമിനാരി വിദ്യാർത്ഥികളെയും വൈദികരെയും മറ്റു വിശ്വാസികളെയും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത്. ഇന്ന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചരിത്രത്തിന്റെ അപനിർമ്മിതി. ഇത് അന്ധതയുടെ മറ്റൊരു രൂപമാണ്. നിലവിലില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി നമ്മുടെ ഊർജം പാഴാക്കി കളയാനും അവാസ്തവമായ പ്രശ്നങ്ങൾ ഉയർത്തി അപര്യാപ്തമായ പരിഹാരങ്ങളിലേക്ക് ഗതി തിരിച്ചുവിടാനും ഇത് ഇടവരുത്തുന്നു.
സഭയെ ആദർശവൽക്കരിക്കുകയും മാനുഷികത മൂലം അവൾക്ക് വന്നുപോയിട്ടുള്ള കുറവുകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുന്നതിനെതിരെ മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. സഭയോടുള്ള യഥാർത്ഥ സ്നേഹം സാങ്കല്പികമായ പരിപൂർണതയിലല്ല, മറിച്ച് അവളുടെ ആധികാരികതയിൽ വേരൂന്നിയുള്ളതായിരിക്കണം. ചരിത്ര പഠനം അപവാദങ്ങൾ കണ്ടെത്തുന്നതിനും അവ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാകരുത്. ആഴമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവും ഉപഭോഗ സംസ്കാരത്തെ ചെറുക്കാനുള്ള ധൈര്യവുമാണ് ഒരു യഥാർത്ഥ ചരിത്ര പഠിതാവിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ കത്ത് അവസാനിപ്പിച്ചത്. ഇതോടുകൂടി വത്തിക്കാൻ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വിശേഷങ്ങൾ വീണ്ടും അടുത്തയാഴ്ച.